ഏവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് റൊട്ടാന മോട്ടോഴ്സിലാണ്. ടാറ്റ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള വണ്ടിയായിരിക്കും, ആൽട്രോസ് ആണ്. ഈ ആൽട്രോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സാധാരണ ആൽട്രോസ് അല്ല എന്നുള്ളതാണ്. ഇത് ഒരു ഫുള്ളി ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരിതാണ്. നമുക്കപ്പം ഈ വേരിയന്റിനെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2020 ജാനുവരിയിൽ തുടങ്ങിയ ടാറ്റ ആൽട്രോസിൻ്റെ കുതിപ്പ് ഇപ്പോഴും നമ്മുടെ നിരത്തുകളിൽ കാണാം. അപ്പോൾ അന്ന് ഇന്നും ടാറ്റ ആൽട്രോസിൻ്റെ മാറ്റി നിർത്തിയിരിക്കുന്ന ഈ ഒരു എഞ്ചിനാണ്. 1.2 ലിറ്റർ 3 സിലിണ്ടർ ഇൻലൈൻ ആണ് ഈ എഞ്ചിനെ കുറിച്ച് പറയുന്നത്. ഈ 1.2 ലിറ്റർ 3 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 87 ഹോഴ്സ് പവർ ആണ്. പ്ലസ് OS എന്ന് പറഞ്ഞ ഈ ഒരു സർട്ടൺ വേരിയൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്നത്. ഡിസൈൻ വളരെ കാലമായിട്ട് വലിയ മാറ്റങ്ങൾക്കൊന്നും വന്നിട്ടില്ല. പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 360 ഡിഗ്രി ക്യാമറ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പണ്ടത്തെ പോലെയല്ല, ടാറ്റൻ്റെ ലോഗോ ഇപ്പം ഒരു 3D കൈൻഡ് ഓഫ് ഫിനിഷിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. 3D നിന്ന് 2Dയിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഹണിക്കോം ഗ്രില്ല് കാണാം. പിന്നെ അതാണ്ട് ബമ്പർ ഇങ്ങോട്ടേക്ക് വരുമ്പം ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു വശത്തു നിന്ന് തുടങ്ങുന്ന സംഭവം നമുക്ക് ത്രൂ ഔട്ട് ഈ ബമ്പറിൽ നിന്ന് ആ സൈഡ് വരെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ലൈൻസുകൾ കാണാൻ കഴിയും. പിന്നെ ബോണറ്റിൻ്റെ ലൈൻസൊക്കെ ആണെങ്കിൽ വളരെ ബോൾഡ് മസ്കുലർ ആയിട്ടുള്ള ലൈൻസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സൈഡിലാണെങ്കിലും ഈ നടുവിൽ രണ്ട് ഭാഗത്തേക്ക് നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്കാണ് മസ്കുലർ ആയിട്ടുള്ള ലുക്ക് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്രത്തോളം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആൽട്രോസ്. പിന്നെ ഈ ഒരു സ്പെസിഫിക് വേരിയൻറ്റിൽ എടുത്ത് പറയാനാണെങ്കിൽ 360 ഡിഗ്രി ക്യാമറ നമ്മൾ പറഞ്ഞു. പിന്നെ ഹെഡ്ലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രൊജക്ട് ഹെഡ് ലാംപ്സ് കാണാം. അലോങ് വിത്ത് ഫോഗ് ലാംപ്സ് ആണ് നമുക്കിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. താഴെ ബമ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വശക്കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബൾജിനെസ് നമുക്ക് ഈ ഒരു ബമ്പറിൻ്റെ വീലാർച്ചിലേക്കും വരുന്നത് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ സ്പെസിഫിക് ആയിട്ട് കിട്ടുന്നത് 16 ഇഞ്ച് അലോയ് വീൽസാണ്. ഇത് ഡയമണ്ട് കട്ട് പ്രിസൈസ്ഡ് ആയിട്ടുള്ള അലോയ് വീൽസാണ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും അധികം ഈ ഒരു സർട്ടൺ ടൈപ്പ് ഓഫ് അലോയ് വീൽസിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് നല്ല കാര്യമായിട്ട് കാണാം. ടയർ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 185 60 R16, അത് 16 ഇഞ്ച് അലോയ് വീൽസും അതുപോലെ തന്നെ 16 ഇഞ്ച് ടയറും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് MRF എക്കോട്രെഡ് ആണ്. സോ വളരെയധികം മൈലേജിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടയർ തന്നെയാണ്. ഇതൊരു പെട്രോൾ വാഹനമാണല്ലോ. സോ വളരെ ലെസ് റോളിംഗ് റെസിസ്റ്റൻസോട് കൂടിയിട്ടുള്ള ടയർ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ വശക്കാഴ്ചകളിലേക്ക് വരുമ്പം ഇൻഡിക്കേറ്റേഴ്സ് ആദ്യത്തെ കാലത്ത് ആൽട്രോസ് എങ്ങനെയായിരുന്നു, അതായത് ആദ്യത്തെ വേരിയൻറ്റുകൾ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത് അതുപോലെ സൈഡിലായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കാണാം. പിന്നെ സൈഡ് മിററിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ 360 ഡിഗ്രി ക്യാമറേൻ്റെ ഇൻറ്റഗ്രേഷനും സൈഡിൽ ഇവിടെ കാണാൻ കഴിയും. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക് ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സാണ്. നമ്മൾ കീയിൽ ലോക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. പിന്നെ വരുമ്പോൾ നമുക്കിവിടെ റിക്വസ്റ്റ് സെൻസേഴ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതും വളരെ മികച്ചൊരു കാര്യമാണ്. പിന്നെ മുകളിലേക്ക് വരുമ്പം വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സൺറൂഫ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അങ്ങനെ സൺറൂഫ് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് തന്നെ ആക്ച്വലി തോന്നുന്നില്ല. സോ അത്രയും വൃത്തിക്കാണ്, പാനൽ ഗ്യാപ്സോ കാര്യങ്ങളോ ഇല്ലാണ്ടാണ് ഇവിടെ ടാറ്റ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ഇപ്പോൾ സാധാരണ ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന പഞ്ചിന് കണ്ടു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് കുറച്ച് ഓക്വേർഡാണ് കാണാൻ. ഇപ്പം എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ഉള്ളത് ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ്. സോ അത് വളരെ വൃത്തിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ. പിന്നെ ഈ വണ്ടീൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗിയർ ബോക്സ് DC ആണ്. സോ DCനെ കുറിച്ച് പല ആൾക്കാർക്കും പല കൺഫ്യൂഷൻസും ഉണ്ട്. അപ്പം മൈലേജിൻ്റെ കാര്യമൊക്കെ നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിലും ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ട്, ഇതിൻ്റെ ഒരു ഷിയർ ഡ്രൈവിംഗ് പ്ലഷർ അതെനിക്ക് തോന്നുന്നില്ല വേറൊരു ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വേറൊരു വണ്ടിക്കും അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു. അപ്പം എന്തുകൊണ്ടും ഒരു ഹൈവേ ഡ്രൈവ് അല്ലെങ്കിൽ നിങ്ങളൊരു വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഡ്രൈവ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും DCയെ ടാറ്റയിലെ ഏറ്റവും നിലനിൽക്കുന്ന, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്സിലുള്ളതിൽ ഏറ്റവും മികച്ചൊരു ടെക്നോളജിയാണ്. അതുപോലെ തന്നെ നമുക്ക് വണ്ടീൻ്റെ ബാക്കിലേക്ക് വരുമ്പം ഇവിടെ ഒരു വൈപ്പർ വിത്ത് ഡിഫോഗർ കാണാൻ കഴിയും. അപ്പം ഇവിടെ നമ്മുടെ ടാറ്റയുടെ 2D തരത്തിലുള്ള ലോഗോ വളരെ മികച്ച രീതിയിൽ നിൽക്കുന്നത് നമുക്കിവിടെ ശ്രദ്ധയിൽ കാണാൻ പറ്റും. ബൂട്ട് ആക്ച്വലി ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ബാറ്ററി ആക്ച്വലി വെച്ചിട്ടില്ല. 360 ഡിഗ്രി ക്യാമറയിൽ നമ്മുടെ റിയർ ക്യാമറ അതാണ്ട് എവിടെയാണ് വരുന്നത്. ഒരു സ്റ്റോപ്പ് ലാമ്പും കൂടെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൽട്രോസിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് വരുമ്പം വളരെ മികച്ച രീതിക്ക് തന്നെയാണ്. ഒരു പ്രീമിയം ഫിനിഷാണ്
ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഹാച്ച് ബാക്കിനും ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ഉണ്ടത്. ഇതിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെ വണ്ടി അങ്ങ് ഹഗ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൻ്റെ സ്പെസിഫിക് പ്രത്യേകതകൾ വെച്ച് നോക്കുമ്പം നമുക്കൊരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ കാണുന്നുണ്ട്. 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനാണ് ഇതിൽ കിട്ടുന്നത്. അത് നമ്മളിപ്പം ടാറ്റ പഞ്ചിലൊക്കെ കണ്ടിട്ടുള്ള അതേ ഇൻ്റർഫേസ് ഉള്ള സ്ക്രീനാണ്. അപ്പോൾ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കറണ്ടിൽ കാണിക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ വണ്ടിയുടെ പേര് ആൾട്രോസ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിനൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം വരുമ്പം ആ ഒരു 2D ലോഗോ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്കും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കാണാം. ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ലെതറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പം വളരെയധികം നല്ല തം കോണ്ടോറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോങ് ഡ്രൈവ്സ് ഒക്കെ അനായാസം പോകാൻ പറ്റും. ഇതിനൊക്കെ മാറ്റി നിർത്തുന്ന ഈ ഒരു സ്പെസിഫിക് വേരിയൻറ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ 6 സ്പീഡ് DCA ഗിയർ ബോക്സ് ആണ്. സോ അതിൻ്റെ ഒരു ഡയലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മോഡുകൾ കാണാം. PRND, എന്നാൽ നമുക്ക് മാനുവൽ പ്ലസ് മൈനസ്. ഇതിൽ തന്നെ നമുക്ക് പെട്രോണിക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു സ്പെസിഫിക് വേരിയൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ദാണ്ട് ഈ കാണുന്ന സൺറൂഫാണ്. ഈ ഒരു സൺറൂഫ് അത്യാവശ്യം വലുതാണ്. സൺറൂഫിൻ്റെ ആവശ്യകതയൊക്കെ കണ്ടറിഞ്ഞുണ്ടാക്കിയ ഒരു സൺറൂഫാണെന്ന് പറയാം. വളരെ നല്ല രീതിക്ക് പ്രകാശവും കാര്യങ്ങളും ഉള്ളിലേക്ക് വരും. നമ്മുടെ സീറ്റ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻസ് ആണ്. ഞാൻ പേഴ്സണലി ടാറ്റ ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഈ സീറ്റ്സ് കുറച്ച് ഹാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ലോങ് ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റും ഇങ്ങനെയുള്ള സീറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പം സൈഡിലേക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റി മൊത്തത്തിൽ നോക്കുമ്പം ഫെനോമിനലാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു ബ്രാൻഡും ഇത്രയും ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് വണ്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഈവൻ നമ്മൾ ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിലും അത് സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് അല്ല, പക്ഷേ എന്നാൽ ഒരു ഭയങ്കര ഹാർഡായിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് നമുക്ക് നീക്കാൻ പറ്റുന്നതാണ്. അപ്പം കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ വെച്ചിട്ട് സീറ്റിംഗ് പൊസിഷനൊക്കെ വെച്ച് സുഖമായിട്ടിരുന്ന് നിങ്ങൾക്ക് ലോങ് ഹോൾ ഡ്രൈവ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ സ്പീക്കേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ടാറ്റേൻ്റെ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഹാർമാൻ്റെ അടിപൊളിയായിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, അലോങ് വിത്ത് ഈ 10.25 ഇഞ്ച് ഈ ഒരു സ്ക്രീന്. അപ്പോൾ പിന്നെ വളരെയധികം പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈ ഹൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓവറോൾ ഡ്രൈവിംഗ് വിസിബിലിറ്റി കാര്യങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെയധികം നമ്മൾ ഇതൊരു ഹാച്ച് ബാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ താഴ്ന്നിരുന്ന് പോകുന്ന ഒരു പ്രതീതിയാണ് ഈ വണ്ടി നിങ്ങൾക്ക് തരുന്നത്. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. തന്നെ നമുക്കിവിടെ SOS കോളിങ് എന്തെങ്കിലും എമർജൻസി പർപ്പസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടാറ്റയിലേക്ക് കോൾ ചെയ്യാനും, അല്ലാതെ നമുക്ക് എമർജൻസി പർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി കോൺടാക്ട്സ് നമുക്ക് ഈ കാറിലേക്ക് ആഡ് ചെയ്യാനോ അങ്ങനെ കോൾ ചെയ്യാനുള്ള നിരവധി ഓപ്ഷൻസ് ആണ്. ടെക്നിക്കലി ഈ വണ്ടി സൗണ്ടാണ്. ആൾട്രോസിൻ്റെ ബാക്ക് സീറ്റിൽ കംഫർട്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വളരെയധികം കംഫർട്ടബിളാണ്. തൈ സപ്പോർട്ടാണേലും ബാക്കിലേക്കുള്ള ലീനിങ് ആയിട്ടുള്ള സപ്പോർട്ടാണേലും ഈവൻ ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും വളരെ സോഫ്റ്റ്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ 2 റിയർ AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 വോൾട്ടിൻ്റെ ചാർജിങ് ഓപ്ഷനും നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വണ്ടി ഇതിൽ കോമ്പറ്റീറ്റേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നില്ല വേറൊരു വണ്ടി ഇങ്ങനൊരു നല്ലൊരു പാക്കേജ് പ്രൊവൈഡ്. ബാക്കിലേക്ക് വരികയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. സോ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചാരി ഇരുന്ന് യാത്ര ചെയ്യാം. വെൽ ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ടാറ്റ ആൾട്രോസ് XZ പ്ലസ് OS ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇപ്പം തന്നെ വന്നോളൂ. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം കോഴിക്കോട് ടാറ്റ റോട്ടാന മോട്ടേഴ്സിലാണ് ഈ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വരിക, ബുക്ക് ചെയ്യുക, ചൂടോടെ വണ്ടി സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് കൊണ്ടുപോകാം. 12 ലക്ഷം രൂപ വരുന്ന ഈ വണ്ടി നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഡിസ്കൗണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ താഴത്തെ നമ്പർ കൊടുക്കാം, അദ്ദേഹത്തിന് വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, വണ്ടി ചൂടോടെ വന്ന് കൊണ്ടുപോയി. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ആൾട്രോസിനെ കുറിച്ച് പറയാനുള്ളത്. സജസ്റ്റ് ചെയ്യാം, നല്ല കാറാണ്, നല്ല മൈലേജ് തരുന്ന കാറാണ്, തീർച്ചയായിട്ടും എടുക്കുക. ഈ ഒരു ഓഫർ അതായത് റൊട്ടാന മോട്ടോഴ്സ് നിങ്ങൾക്കായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ടാണ് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് തരുന്നത്.